So what's up guys, welcome to my channel guys. നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. പെട്ടെന്ന് എം ലോക്കിനെ പറ്റി പറയാൻ പോകുന്നത്. ഓക്കെ, ഈ നല്ല വീഡിയോ നിങ്ങൾ മാക്സിമം കാണാം. തമ്മിൽ ടൈറ്റിൽ കണ്ട പോലെ തന്നെ എം ലോക്ക് ഹെഡിൽ ലോക്കാണ്. നിങ്ങൾക്ക് ഇനി എല്ലാ ഹെഡിലേക്കും നിങ്ങൾക്ക് എല്ലാം അടിക്കാൻ പറ്റുന്നത്. ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എം ലോക്ക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഉണ്ടാവും. അപ്പൊ കണ്ടോ ഫുള്ള് മറ്റേ ബോഡി കയറുന്നത് റെഡ് ഷോട്ട് ഒന്നും കയറാളോട്ടും. ഓക്കെ, ഇപ്പൊ ഇത് ഇനി നമുക്ക് റെഡിലായിരിക്കും അടിക്കേണ്ടത്. ഓക്കെ, നമ്മ ഇങ്ങനെ അടിക്കാൻ പാടില്ല. നമ്മ ഇങ്ങനെ പൊക്കിയിട്ടാണ് അടിക്കാൻ. ഡ്രാഗ് ചെയ്യണം. സ്വൈപ്പ് ഡ്രാഗ് എന്ന് പറയുന്ന സമയത്തിന് അങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പെട്ടെന്ന് റീകോൾ കൺട്രോളിങ് ആണ്. ഓക്കെ, അതൊരു നല്ല ട്രിക്ക് തന്നെയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ കൂടി ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അതെല്ലാം ഘടിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ റീകോയിൽ കൺട്രോൾ ആണ് ഗൈസ്. റീകോയിൽ കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ. വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്വന്തം UMP ഗൈസ് സ്നാപ്പ് എടുത്തത്. ഇപ്പൊ UMP കണ്ട് ചെക്ക് ചെയ്യാനുണ്ട്. നമ്മ ഷൂട്ടിന് അനുസരിച്ച് സൈസ് വലുതാവും സാധനത്തിന്റെ. ഇതെന്താ വെച്ചാൽ അതിന് പറയുന്ന റീകോയില് അത് കുറെ വലുതായിരുന്നു. ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് തന്നെ വിടുക. അല്ലാണ്ട് വീണ്ടും തുടർച്ചയായി ചെയ്യുന്നതിന് എനിക്ക് പക്ക ലോ ഡാമേജ് ആയിരിക്കും കയറുന്നത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ എന്തായാലും ഒരിക്കലും ചെയ്യരുത് ഗൈസ്. ഓക്കെ, അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിമിന്റെ റൈറ്റ് സൈഡിൽ പോവാണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡ് അല്ലാണ്ട് റൈറ്റ് സൈഡിൽ പോയിട്ട് നിങ്ങൾ ചെയ്യാ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പെട്ടെന്ന് വിസിബിൾ ആവും. അതുകൊണ്ടാണ് സംഭവം. മനസ്സിലായോ ഗൈസ്? അതാണ് ലെഫ്റ്റ് സൈഡ് പെട്ടെന്ന് വിസിബിൾ ആവുന്ന പെട്ടെന്ന് മരിക്കും. റൈറ്റ് സൈഡ് ആണെങ്കിൽ അത്ര വിസിബിൾ അല്ല ഇൻ ഗെയിമില്. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഫേക്ക് മൂവ്മെന്റ് കാണിക്കും. ആ ഫേക്ക് മൂവ്മെന്റ് നിങ്ങൾ അങ്ങനെ ഒഴിവാക്കുക. കാരണം ഫേക്ക് ആയിട്ട് കാണിക്കാൻ നല്ലതല്ല. കാരണം നമുക്ക് കളിക്കാൻ പറ്റൂല. ഒരു ക്യാരക്ടർ ഉണ്ട്, കൈറോസ് എന്തോ എന്താ ക്യാരക്ടർ പേര് എനിക്ക്. ഓക്കെ, ആ ക്യാരക്ടർ ഓക്കെ DB ക്യാരക്ടർ എന്ന ക്യാരക്ടറുടെ പേര്. ഓക്കെ, അടുത്ത ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയുള്ള സെൻസിറ്റീവിനെ പറ്റിയാണ്. ഓരോ ഫോണിൽ ഓരോരോ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് 80 ഇട്ടോക, 90 ഇട്ടോക. അങ്ങനത്തെ എല്ലാ വീഡിയോ വേണമെങ്കിൽ നമ്മൾ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം ഇപ്പൊ നിങ്ങൾ ചിലവർ പറഞ്ഞിട്ട് 200 ഇട്ട ഹെഡ് കയറുന്നു. പക്ഷെ 200 ഇട്ട കൈസ് ഒന്നും ഹെഡ് കയറില്ല. എല്ലാം മറ്റേ റീകോയിൽ അടിച്ചു പോവുകയുള്ളൂ. അല്ലാണ്ട് ഹെഡൊന്നും അങ്ങനെ കയറാൻ പോണില്ല ഫുൾ ഇട്ട് കഴിഞ്ഞാല്. അതുകൊണ്ട് അത് നിങ്ങൾ അങ്ങനെ ഒഴിവാക്കുക. അത് നിങ്ങൾ നോക്കണ്ട. പണ്ടൊക്കെ വെച്ചാല് റേസ്റ്റാറിനൊക്കെ സെൻസിറ്റീവ് എടുത്ത് കോപ്പി ചെയ്യാറുണ്ട്. ഇപ്പൊ നല്ലതല്ല. മറ്റേ നമ്മ സ്വന്തം കണ്ടുപിടിക്കുക. റേസ്റ്റാർ സെൻസിറ്റീവ് ആണ്. പക്ഷെ എനിക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അതിട്ട് കളിക്കണ്. എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻസിറ്റീവ് എടുത്തിടുക. എല്ലാ ഫോണിന്റെയും പെർഫോമൻസ് സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഫോണൊക്കെ ആണെങ്കിൽ 200 സെൻസിറ്റീവും 500 DPIയും വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മര്യാദക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സ്വിച്ച് ട്രിക്കാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അതായത് സ്വിച്ച് എന്ന് വെച്ചാൽ കണ്ട ഇങ്ങനെ സ്വിച്ച് അടിക്കുന്നത്. പിന്നെ ഗൺസ് കണ്ട ഇങ്ങനെ സ്പീഡിൽ സ്വിച്ച് അടിക്കുന്നത്. നമ്മളെ സ്വന്തം റേസ്റ്റാർക്ക് ഇങ്ങനെയാണ് മറ്റേ എന്താ പറയാ ഇതേപോലെ ഇന്ത്യയിലെ നമ്പർ 1 ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആയത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കിയിട്ട് സ്വിച്ച് അടിക്കാൻ നോക്കാം. പെട്ടെന്ന് ഹെഡും കയറും. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും.
അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. AWL നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പിറ്റേത് പ്രോ പ്ലേയേഴ്സ് കളിക്കണം. അക്ഷയ്, KSET, പിന്നെ കുറെ പ്രോ പ്ലേയേഴ്സ്, സ്റ്റാർക്ക്, പിന്നെ സിക്സ് ഗെയിമിങ്, അങ്ങനെ കുറെ അധികം യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ റീക്കോയിൽ അങ്ങനെ അടുക്കൂല. റീക്കോയിലല്ല, എന്താ പറയാ സാധനത്തിന് എന്താ അതടിക്കൂല സംഭവം. AWM ആണെങ്കിൽ ഓക്കെ. അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എനിമീസിനെയൊക്കെ നമുക്ക് ഡൗൺ ചെയ്യാൻ, അതായത് നോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വെച്ചാൽ അനലോ മൂവ്മെന്റ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോ മൂവ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അടിക്കാൻ നേരത്തെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ. അതായത് ഇങ്ങനെ പ്രത്യേക മൂവ്മെന്റിൽ ലെഫ്റ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ വരാൻ തന്നെ നിങ്ങൾ ഡ്രാഗ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഹെഡ് കയറും. കാരണം വെച്ചാൽ നിങ്ങൾ ആക്യുറസി ഭയങ്കര അധികം ഇൻക്രീസ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹെഡ് കയറാൻ സാധ്യത കൂടുതലാണ്. 80% ഹെഡ് കയറാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഭയങ്കര ആക്യുറസി ആയിരിക്കും നിങ്ങൾക്ക്. അതാണ് എന്റെ പ്രത്യേകത ഈ സ്റ്റെപ്പിന്റെ. ഓക്കെ, ഒരേ ഫോണിന്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ നോക്കാം. വിളിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ 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 ഗൈസ്. ബൈ 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 ബൈ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാൻ അത് നിങ്ങൾ കമന്റ് ചെയ്യാം എങ്ങനത്തെ വീഡിയോ വേണമെന്ന്. അപ്പം ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ 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 ഗൈസ്.